മണലൂർ നിയമസഭാ മണ്ഡലത്തിലാണ് കിറ്റ് വിവാദം വലിയ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും ഇപ്പോൾ വഴിമാറുന്നത്. പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുകയാണ്. UDF-ഉം LDF-ഉം കെട്ടിടത്തിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. മുദ്രാവാക്യം മുഴക്കുകയാണ്. കെട്ടിടത്തിനുള്ളിൽ BJP നേതാക്കൾ 2 പേർ ഉണ്ട് എന്നാണ് നേരത്തെ BJP പ്രാദേശിക നേതാവ് തന്നെ പറഞ്ഞത്. BJPക്ക് ഇതുമായി ബന്ധമില്ല എന്ന വാദമാണ് BJP പ്രാദേശിക നേതാക്കൾ ഉന്നയിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഉടമയെ കാണാനായി എത്തിയതാണ് എന്ന വാദമാണ്. പക്ഷേ അതങ്ങനെയല്ല. വോട്ടിന് കിറ്റ് എന്ന പരിപാടി തന്ത്രം നടപ്പാക്കുകയാണ് BJP. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ അത്തരമൊരു സംഭവം ഉണ്ടായി. അതിന് പിന്നാലെ ഇപ്പോൾ മണലൂർ മണ്ഡലത്തിലും ഇപ്പോൾ കിറ്റ് വിവാദം ഉണ്ടാവുകയാണ്. തൃശ്ശൂരിലെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് മണലൂർ. TN പ്രതാപൻ UDF സ്ഥാനാർത്ഥി, C രവീന്ദ്രനാഥ് LDF സ്ഥാനാർത്ഥി, KK അനീഷ് കുമാർ BJPയുടെ ജില്ലാ പ്രസിഡന്റ്, KK അനീഷ് കുമാർ BJPയുടെ സ്ഥാനാർത്ഥി. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അവിടെയാണ് കിറ്റ് വിവാദം വലിയ തോതിൽ സംഘർഷത്തിലേക്ക് ഉൾപ്പെടെ വഴിവെക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. MS ലിഷോയുണ്ട്. ലിഷോയി, കൂടുതൽ പ്രവർത്തകർ എത്തുകയില്ലേ? സംഘർഷ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണോ? നേതാക്കളുടെയും പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ്? തീർച്ചയായും അതായത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതായത് BJPയുടെയും അതുപോലെ തന്നെ UDF-ന്റെയും പ്രവർത്തകരാണ് ഏറ്റവും അധികം ഇവിടെയുള്ളത്. ഇരു വിഭാഗങ്ങളും ചേരിതിരിഞ്ഞ് ഒരു സംഘർഷത്തിന്റെ വക്കിൽ കാര്യങ്ങൾ എത്തിയിരുന്നു. ഉന്തും തള്ളിയിലേക്കും എത്തിയിരുന്നു. TN പ്രതാപന് നേരെ ഈ കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു. അതിനു പുറമെ തന്നെ മറ്റ് BJP പ്രവർത്തകർക്ക് നേരെയും ഇത്തരത്തിൽ കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു. അതായത് വലിയ തോതിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു ഗോഡൌണിന് മുൻപിൽ ചാമ്പ്യൻ എന്ന് പറയുന്ന വാടാനപ്പള്ളിയിലെ ഗോഡൌൺ ആണ്. ആ ഗോഡൌണിൽ ഇത്തരത്തിൽ 2000-ലധികം കിറ്റുകൾ ഇവിടെ വിതരണം ചെയ്യാനായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് UDF-ന്റെ പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ എത്തിയത്. ആ UDF-ന്റെ പ്രവർത്തകർ എത്തിയ സമയത്ത് ഇവിടെ 2 BJPയുടെ നേതാക്കൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കിറ്റുകൾ അവർ ഈ വിതരണം ചെയ്യുന്നതിന് വേണ്ടി വെച്ചതാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഈ UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പിന്നീട് കൂടുതൽ LDF-ന്റെയും പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തി. LDF UDF പ്രവർത്തകർ ചേർന്നുകൊണ്ട് ഈ ഗോഡൌണിനകത്തേക്ക് പ്രവേശിക്കുകയും ആ ഗോഡൌണിനകത്ത് ഉള്ളവരെ തടഞ്ഞു വെക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഈ കിറ്റുകൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്യുന്നത് വോട്ടുകൾ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് TN പ്രതാപൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്തായാലും ഇവിടെ വെച്ച് പറയുകയും ചെയ്തത്. ആ ഒരു ഘട്ടത്തിൽ പിന്നീട് C രവീന്ദ്രനാഥ് LDF-ന്റെ സ്ഥാനാർത്ഥിയും ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിരുന്നു. LDF-ഉം ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഗോഡൌണിന്റെ നിയന്ത്രണം പോലീസും ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരും ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ പരിശോധനകൾ നടത്തിയ ശേഷം ആയിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. താൽക്കാലികമായി ഇപ്പോൾ ഗോഡൌൺ അടച്ചിട്ടിരിക്കുകയാണ്. അതിനുള്ളിലുള്ള കിറ്റുകൾ സംബന്ധിച്ചൊക്കെ തന്നെ പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഇപ്പോഴും പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു വലിയ പോലീസ് സന്നാഹം ഇല്ല എന്നുള്ളതാണ്. ഇത്രയധികം പ്രവർത്തകർ ഉള്ള ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ തക്ക ഒരു പോലീസ് സന്നാഹം എന്തായാലും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് തുടർ നടപടികളിലേക്കും ഒരുപക്ഷെ പോകുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഗോഡൌണിന്റെ നിയന്ത്രണം ഇപ്പോൾ പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ പ്രതാപൻ തിരിച്ചു പോകണമെന്നുള്ള ഒരു ആവശ്യവുമായി BJP പ്രവർത്തകരും ഈ BJP പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കിറ്റ് വിതരണത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF പ്രവർത്തകരും ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. UDF BJP പ്രവർത്തകർ തമ്മിലാണ് സംഘർഷത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നേരിയ ഉന്തുന്തള്ളുണ്ടായി. UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്നതാണ് ലിഷോയി റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ട്. വോട്ടിന് കിറ്റ് എന്നതാണ് വലിയ വിവാദമായി ഇപ്പോൾ മാറുന്നത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിന് പിന്നാലെയാണ് മണലൂർ മണ്ഡലത്തിലെ വാടാനപ്പള്ളിയിൽ കിറ്റ് വിവാദം ഉണ്ടാകുന്നത്. പോലീസും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും അവിടെയുണ്ട്.